1986 ജനുവരി 28 ഈ ദിവസമാണ് ചലഞ്ചർ സ്പേസ് ഷട്ടിൽ ദുരന്തം സംഭവിച്ചത്. ലോകം മുഴുവൻ ഒരു ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുന്നു. അമേരിക്കയുടെ അഭിമാനമായ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ ബഹിരാകാശത്തേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ്. 7 ധീര ബഹിരാകാശ യാത്രികർ, അവരിൽ ഒരു സാധാരണ അധ്യാപികയുമുണ്ട്. എന്നാൽ വിധി മറ്റൊന്നാണ് അവർക്കായി കാത്തുവച്ചിരുന്നത്. വെറും 73 സെക്കൻഡുകൾക്കുള്ളിൽ ലോകം ഏറ്റവും വലിയ ബഹിരാകാശ ദുരന്തങ്ങളിലൊന്നിന് സാക്ഷിയായി. ആദ്യം സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകളുടെ പശ്ചാത്തലം നമുക്ക് ഒന്ന് പരിശോധിക്കാം. 1970കളിൽ നാസ ഒരു വിപ്ലവകരമായ ആശയവുമായി മുന്നോട്ട് വന്നു. പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വാഹനം. അപ്പോളോ പ്രോഗ്രാമിന് ശേഷം കൂടുതൽ ചിലവ് കുറഞ്ഞ ബഹിരാകാശ യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്നു. സ്പേസ് ഷട്ടിൽ എന്നത് വിമാനം പോലെ പറക്കുകയും റോക്കറ്റ് പോലെ വിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വാഹനമായിരുന്നു. വീണ്ടും വീണ്ടും ഉപയോഗിക്കാനാകും എന്നതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. 1981 ഏപ്രിൽ 12 കൊളംബിയ എന്ന ആദ്യത്തെ സ്പേസ് ഷട്ടിൽ വിജയകരമായി പറന്നു. ഇതിനുശേഷം അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണത്തിൽ ഒരു പുതിയ യുഗം ആരംഭിച്ചു. ചലഞ്ചർ നാസയുടെ രണ്ടാമത്തെ സ്പേസ് ഷട്ടിൽ ആയിരുന്നു. 1983 ഏപ്രിൽ 4 ഇത് ആദ്യമായി പറന്നു. ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ HMS ചലഞ്ചറിൻ്റെ പേരാണ് ഇതിന് ലഭിച്ചത്. ചലഞ്ചർ വളരെ വിജയകരമായ ഒരു ഓർബിറ്ററായിരുന്നു. 1986 ജനുവരിക്ക് മുൻപ് ഇത് 9 തവണ വിജയകരമായി ബഹിരാകാശത്ത് പോയി തിരിച്ചെത്തിയിരുന്നു. ഇതിൽ നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തപ്പെട്ടു. 1983 ആദ്യത്തെ അമേരിക്കൻ വനിത സാലി റൈഡ് ബഹിരാകാശത്ത് പോയത് ചലഞ്ചറിലായിരുന്നു. 1984 കത്രീന മക്കോലിഫ് എന്ന അധ്യാപികയെ ടീച്ചർ ഇൻ സ്പേസ് എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായി തിരഞ്ഞെടുത്തു. ബഹിരാകാശത്തു നിന്ന് അധ്യാപനം നടത്തുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ലോകത്തെ ബഹിരാകാശ യാത്രകളുമായി കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഇത്. 1986 ജനുവരി 28 വിക്ഷേപണം STS-51L മിഷൻ എന്ന് അറിയപ്പെട്ടു. 7 അംഗ സംഘമായിരുന്നു അവർ. ഫ്രാൻസിസ് ആർ സ്കോബി കമാൻഡർ, മൈക്കൽ ജെ സ്മിത്ത് പൈലറ്റ്. ഇവരെ കൂടാതെ 3 മിഷൻ സ്പെഷ്യലിസ്റ്റുകളും 2 പേലോഡ് സ്പെഷ്യലിസ്റ്റുകളും. അതിൽ ഒരാൾ അധ്യാപികയായ ക്രിസ്റ്റ മക്കോലിഫ് ആയിരുന്നു. വിക്ഷേപണത്തിന് മുൻപ് നിരവധി കാലതാമസങ്ങൾ ഉണ്ടായി. മോശം കാലാവസ്ഥ, സാങ്കേതിക പ്രശ്നങ്ങൾ എന്നിവ കാരണം 6 തവണ വിക്ഷേപണം മാറ്റിവച്ചിരുന്നു. ജനുവരി 28 രാവിലെ ഫ്ലോറിഡയിൽ അസാധാരണമായ തണുപ്പായിരുന്നു. താപനില 31 ഡിഗ്രി ഫാരൻഹീറ്റ്, അതായത് -0.6 ഡിഗ്രി സെൽഷ്യസ്. ഇത് സ്പേസ് ഷട്ടിൽ വിക്ഷേപണത്തിന് റെക്കോർഡ് തണുത്ത താപനിലയായിരുന്നു. മോർട്ടൺ തിയോക്കോൾ എന്ന കമ്പനിയിലെ എഞ്ചിനീയർമാർ ഇതിൽ ഗൗരവകരമായ ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളിലെ 0 റിങ്ങുകൾ ഈ തണുപ്പിൽ ശരിയായി പ്രവർത്തിക്കില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിക്ഷേപണ സമ്മർദ്ദങ്ങളും ഷെഡ്യൂൾ നിലനിർത്താനുള്ള ആഗ്രഹവും കാരണം ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു. രാവിലെ 11:38 EST ചലഞ്ചർ വിക്ഷേപിക്കപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ ടെലിവിഷനിലൂടെയും ഇത് കണ്ടു. മക്കോലിഫിൻ്റെ വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് അവരുടെ ടീച്ചറെ നോക്കി. വിക്ഷേപണം സാധാരണ നിലയിൽ തുടങ്ങി. എന്നാൽ ആദ്യ സെക്കൻഡുകളിൽ തന്നെ വലത് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിൽ നിന്ന് പുക പുറത്തു വരാൻ തുടങ്ങി. തണുപ്പിൽ 0 റിങ്ങുകൾ കഠിനമായി.
അവയ്ക്ക് ശരിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. ചൂടുള്ള വാതകങ്ങൾ പുറത്തേക്ക് ചോർന്നു. 58 സെക്കൻഡിൽ പ്രധാന എഞ്ചിനുകൾ 104% ശക്തിയിലെത്തി. മിഷൻ കൺട്രോൾ സിഗ്നൽ നൽകി. കമാൻഡർ സ്കോബി അതിന് മറുപടി നൽകി. ഇതായിരുന്നു ക്രൂവിൽ നിന്നുള്ള അവസാനത്തെ സന്ദേശം. 73 സെക്കൻഡിൽ ചോർന്ന വാതകം ബാഹ്യ ഇന്ധന ടാങ്കിനെ ബാധിച്ചു. ടാങ്ക് പൊട്ടി. ദ്രാവക ഹൈഡ്രജനും ഓക്സിജനും കലർന്ന് വലിയ സ്ഫോടനം സംഭവിച്ചു. ആകാശത്ത് ഒരു ഭീമൻ അഗ്നിഗോളം ദൃശ്യമായി. പുകയുടെ വിചിത്രമായ രൂപങ്ങൾ. ചലഞ്ചർ ചിതറിപ്പോയി. ഓർബിറ്റർ ക്യാബിൻ അതേപടി 6 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വീണു. ലോകം മുഴുവൻ ഞെട്ടലോടെ നോക്കി നിന്നു. വീരന്മാരായ 7 പേരും തൽക്ഷണം മരിച്ചു. പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു. റോജേഴ്സ് കമ്മീഷൻ എന്നറിയപ്പെട്ട ഈ സംഘത്തെ നയിച്ചത് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി വില്യം റോജേഴ്സ് ആയിരുന്നു. പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫെയർമാനും ഈ സംഘത്തിലെ അംഗമായിരുന്നു. അന്വേഷണത്തിൽ അപകടത്തിന്റെ പ്രധാന കാരണങ്ങൾ കണ്ടെത്തി. ഒന്നാമത് സാങ്കേതിക പരാജയം. വലത് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററിലെ സീറോ റിങ്ങുകൾക്ക് തണുപ്പിൽ ഇലാസ്തികത നഷ്ടപ്പെട്ടു. ഇത് ചൂടുള്ള വാതകങ്ങൾ ചോർന്നു പോകാൻ ഇടയാക്കി. 2. സംഘടനാപരമായ പ്രശ്നങ്ങൾ. എഞ്ചിനീയർമാരുടെ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കപ്പെട്ടില്ല. മാനേജ്മെന്റ് ഷെഡ്യൂൾ നിലനിർത്തുന്നതിന് സുരക്ഷയേക്കാൾ മുൻഗണന നൽകി. 3. തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിലെ പോരായ്മകൾ. വിക്ഷേപണ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശരിയായ ആശയവിനിമയവും വിലയിരുത്തലും ഉണ്ടായിരുന്നില്ല. ഫെയ്ൻമാൻ ഒരു പ്രസിദ്ധമായ പ്രദർശനത്തിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. ഒരു ടെലിവിഷൻ ഹിയറിംഗിൽ അദ്ദേഹം ഒരു സീറോ റിംഗ് സാമ്പിൾ ഐസ് വെള്ളത്തിൽ മുക്കി കാണിച്ചു. തണുപ്പിൽ അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു. ചലഞ്ചർ ദുരന്തം അമേരിക്കൻ സമൂഹത്തെ ആഴത്തിൽ ബാധിച്ചു. പ്രസിഡന്റ് റീഗൻ അന്നേ ദിവസം വൈകുന്നേരം രാജ്യത്തോട് സംസാരിച്ചു. തുടർന്ന് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം 32 മാസത്തേക്ക് നിർത്തിവെച്ചു. നാസയിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. 1. ഡിസൈൻ മെച്ചപ്പെടുത്തലുകൾ. സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ പൂർണ്ണമായും പുനർരൂപകൽപ്പന ചെയ്തു. സീറോ റിങ്ങുകൾ മെച്ചപ്പെട്ട വസ്തുക്കളാൽ നിർമ്മിച്ചു. 2. നാസയുടെ സംഘടനാ സംസ്കാരത്തിൽ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകി. 3. എഞ്ചിനീയർമാരുടെ ആശങ്കകൾ മാനേജ്മെന്റിലേക്ക് എത്തുന്നതിനുള്ള മെച്ചപ്പെട്ട സംവിധാനങ്ങൾ സ്ഥാപിച്ചു. 4. കാലാവസ്ഥയും താപനിലയും സംബന്ധിച്ച കർശനമായ മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകി. 1988 സെപ്റ്റംബർ 29 ഡിസ്കവറി എന്ന സ്പേസ് ഷട്ടിലിലൂടെ സ്പേസ് പ്രോഗ്രാമുകൾ പുനരാരംഭിച്ചു. അടുത്ത 15 വർഷം സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം വിജയകരമായി തുടർന്നു. ഇന്ന് ചലഞ്ചർ ക്രൂവിനെ പല രീതികളിൽ അനുസ്മരിക്കുന്നു. കെനഡി സ്പേസ് സെന്ററിൽ സ്പേസ് മിറർ മെമ്മോറിയൽ, ആർലിംഗ്ടൺ നാഷണൽ സെമിത്തേരിയിൽ സ്മാരക ഫലകം എന്നിവ പ്രശസ്തമായ സ്മാരകങ്ങളാണ്. ലോകമെമ്പാടും ചലഞ്ചർ സെന്ററുകൾ സ്ഥാപിതമായി. ഇതിലൂടെ കുട്ടികളെ ശാസ്ത്രത്തെയും ബഹിരാകാശത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നു. ഇതുകൂടാതെ ചന്ദ്രനിലെയും ചൊവ്വയിലെയും പ്രദേശങ്ങൾക്ക് ക്രൂ അംഗങ്ങളുടെ പേര് നൽകി. എല്ലാ വർഷവും ജനുവരി അവസാനത്തെ വ്യാഴാഴ്ച ഡേ ഓഫ് റിമംബറൻസ് ആയി നാസ ആചരിക്കുന്നു. അപ്പോളോ 1, ചലഞ്ചർ, കൊളംബിയ തുടങ്ങിയ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരെയും ഇന്നേ ദിവസം സ്മരിക്കുന്നു. ക്രിസ്റ്റ മാക്ലോഫിന്റെ ടീച്ചർ ഇൻ സ്പേസ് പ്രോജക്റ്റ് പിന്നീടും തുടർന്നു. മാക്ലോഫിന്റെ ബാക്കപ്പായിരുന്ന ബാർബറ ആർ മോർഗൻ എന്ന അധ്യാപിക 2007 ബഹിരാകാശത്തേക്ക് പോയി. ചലഞ്ചർ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത് ബഹിരാകാശ പര്യവേഷണം എത്ര അപകടകരവും വെല്ലുവിളി നിറഞ്ഞതുമാണ് എന്നാണ്. ഇന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ, നമ്മൾ ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ, ചലഞ്ചർ ക്രൂവിൻ്റെ ത്യാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ കാര്യങ്ങൾ നേടാൻ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ്.